നമസ്കാരം. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള മൈ റേഡിയോ 90 FM ടിപ്സ് ആൻഡ് ട്രിക്സ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമർ, നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകൻ. എൻ്റെ ഒപ്പം അതേ സ്കൂളിൽ തന്നെ ഉള്ള ഒരു കുട്ടിയുമുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ദേവദർശ്. ഞാൻ നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് +2 വിദ്യാർത്ഥിയാണ്. അപ്പോൾ ദേവദർശ്, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മളുടെ ഈ മോഡൽ എക്സാമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? മോഡൽ എക്സാം കുഴപ്പമില്ല, എല്ലാം പഠിച്ച് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. കുറച്ച് ചെറിയ ഡൗട്ടും കുറച്ചുള്ളൂ, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ അടുത്ത് വന്നത്. ഈ പാറ്റേണൊക്കെ ഇഷ്ടപ്പെട്ടോ? അതായത് നമ്മളുടെ പഴയ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയ ചേഞ്ചുകളൊക്കെ ഈ എക്സാമിന് ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ കഴിഞ്ഞ കൊല്ലം അക്കൗണ്ടൻസി എക്സാം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഭാഗം 8 മാർക്കിൻ്റെ ആയിരുന്നല്ലോ. ഇപ്രാവശ്യം വന്നപ്പോൾ അത് 6 മാർക്കിൻ്റെ എണ്ണാക്കിയപ്പോൾ അതൊരു കൺഫ്യൂഷനായി വന്നു. പല കുട്ടികൾക്കും ഉണ്ടാവാറുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള കുട്ടികൾ ഡൗട്ട് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക, ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ചേഞ്ച് സംഭവിച്ചൊരു ഭാഗമാണത്. നിങ്ങൾക്കത് കണ്ടപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ആ ഒരു പാറ്റേൺ മൊത്തത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന ആ ഒരു 8 മാർക്കിൻ്റെ പാറ്റേൺ പഠിച്ചു വെച്ചിരുന്നിട്ട് ഇതും കുറച്ച് കൺഫ്യൂസിങ് ആയി തോന്നി. പിന്നെ അത് ആ ടൈമിൽ അത് എന്താ ചെയ്യേണ്ടത്, അങ്ങനെ 6 മാർക്കിൻ്റെ രണ്ടെണ്ണമല്ലോ, അപ്പോൾ കുറച്ച് കൺഫ്യൂഷനായി. അക്കൗണ്ടൻസി ഇപ്രാവശ്യം 2 പാറ്റേൺ, പാർട്ട് എയും ബിയും ആണ്. അതിൽ അക്കൗണ്ടൻസിയിൽ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ അക്കൗണ്ടൻസി എന്നുള്ള ടേമിലും, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു 20 മാർക്കിൻ്റെ പാർട്ട് ബി ക്വസ്റ്റ്യനുമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിലത്തെ പാറ്റേൺ ആണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എക്സാമിൻ്റെ കൂൾ ഓഫ് ടൈമും പിന്നെ ടൈം മാനേജ്മെൻറ്റൊക്കെ എങ്ങനെ? എക്സാമിൻ്റെ കൂൾ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് എക്സാമിന് എന്തായാലും ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട് എന്നറിയാലോ. പല കുട്ടികളും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയില്ല. നിങ്ങൾ വെറുതെ ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും വായിച്ച് ക്ലാരിഫൈ ചെയ്യേണ്ട ചില ടോപ്പിക്കുകളുണ്ട്. ആ ക്ലാരിഫൈ ചെയ്യേണ്ട ചില ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഈ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ് കുറച്ചുകൂടെ അപ്ലിക്കബിലിറ്റി ലെവലിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മാറ്റി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെ ആക്കിയപ്പോൾ അതിൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ 8 മാർക്കിൻ്റെ പരീക്ഷ എഴുതുമ്പോൾ ഒരുപാട് എക്സ്പാൻഡ് എഴുതേണ്ടി വരും. ഒരു അക്കൗണ്ട് ടാലി ആക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പോൾ അങ്ങനെ ടാലി ആക്കേണ്ട അവസ്ഥയില്ല. അത് ഞാൻ ഓരോ ചാപ്റ്ററിൻ്റെയും എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് പറയാം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 1 വേർഡും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസാണ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ വായിച്ച് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും നമ്മൾ വായിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മനസ്സിലാക്കി വായിക്കാൻ ശ്രമിക്കുക. അവിടെയാണ് നമ്മൾ ആ കൂൾ ഓഫ് ടൈം ഉപയോഗിക്കേണ്ടത്. കാരണം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 1 or 2 തവണ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യമായാലും അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ആ ടൈം, കൂൾ ഓഫ് ടൈം നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിന് നല്ല രീതിയിൽ ആ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കും. അപ്പം നിങ്ങൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒറ്റ നോട്ടത്തിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നും ചില സമയത്ത്. അപ്പോൾ ഒറ്റ നോട്ടത്തിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ടഫാകുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഡെസ്പ് ആവേണ്ട കാര്യമില്ല. നമുക്കത് റിപ്പീറ്റ് ചെയ്ത് വായിക്കും തോറും അത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുക. നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എക്സാം എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ഒരു 1 or 2 ക്വസ്റ്റ്യൻ എഴുതി കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ പിന്നെയും നമ്മൾ തന്നെത്താനെ ഈസി ആയിട്ട് എഴുതി പോകുന്നൊരു സിറ്റുവേഷൻ. അത് നമ്മൾ ആ പാറ്റേണിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആവാം. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് പഠിച്ചിട്ട് അത് പഠിച്ച് പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ സ്റ്റാർട്ടിങ് മറന്നു പോകുന്നൊരു സിറ്റുവേഷൻ വരാറുണ്ട്. അത് നിങ്ങൾ പലവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാതെ ബൈ ഹാർട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ശരിക്കും അക്കൗണ്ടൻസി മാത്സൊക്കെ നിങ്ങൾ ഏറ്റവും ടഫ് പറയുന്ന ചില സബ്ജക്റ്റുകളാണ് ഈ അക്കൗണ്ടൻസി മാത്സ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലും അത് കാണാതെ പഠിക്കാനാണ് ശ്രമിക്കാറ്.
ഈ കാണാതെ പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി അതിൻ്റെ ഓർഡർ അനുസരിച്ച് പഠിച്ചാൽ നമ്മൾ പിന്നെ മറക്കില്ല. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ ആദ്യം പഠിച്ചത് പിന്നീട് മറന്നു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്കറിയാലോ, പാർട്ട്ണർഷിപ്പിൻ്റെ ഫണ്ടമെൻ്റൽസ്, ബേസിക്സ് ഒക്കെ പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ ആദ്യം പറയുന്ന ടേം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത് കാണാതെ പഠിച്ച് പറയും. പക്ഷെ പലർക്കും, നിനക്കറിയാമായിരിക്കും, പക്ഷെ പലർക്കും ആ ടോപ്പിക്ക് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അറിയില്ല. അപ്പം നമ്മൾ എന്താ പറയുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ നെറ്റ് പ്രോഫിറ്റ് ടു ദ പാർട്ട്നേഴ്സ്. ഇത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണ്, ഇത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ഇത് തുടങ്ങിയിട്ട് എന്തിനാണ് അവസാനിപ്പിക്കേണ്ടത്, ഇതൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തായാലും ആ സ്ഥാപനത്തിൻ്റെ ലാഭം ആർക്ക് അവകാശപ്പെട്ടതാണ്? അതിൻ്റെ ഓണേഴ്സിനോ പാർട്ട്ണർ. നമ്മളിപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേം ആയതുകൊണ്ടാണ് പാർട്ട്നേഴ്സിന് എന്നുള്ളത് പറയുന്നത്. സാധാരണ അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓണേഴ്സിന് അവകാശപ്പെട്ടത്. അപ്പോൾ ഇത് സാധാരണ ഈ പ്രോഫിറ്റ് വീതിച്ച് കൊടുക്കേണ്ടത് ആ സ്ഥാപനത്തിൻ്റെ കടമയാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോഫിറ്റ്, ആ നെറ്റ് പ്രോഫിറ്റ് വീതിച്ച് കൊടുക്കാൻ വേണ്ടി, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ശരിക്കും അവിടെ നിന്നാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസോ, നെറ്റ് പ്രോഫിറ്റ് മാത്രം എന്ന് പറയാൻ പറ്റില്ല, നെറ്റ് ലോസോ പാർട്ട്നേഴ്സിന് വീതിക്കണം. ആ പാർട്ട്നേഴ്സിന് വീതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്നിട്ട് ഈ വീതിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണർക്കാണെങ്കിൽ ഓണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, ഇവിടെ നമ്മൾ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, അങ്ങനെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്? അവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്താൽ നമ്മൾ പിന്നെ മറക്കില്ല. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ നമുക്കറിയാം 2 മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കണക്ട് ചെയ്ത ആൾക്ക് പിന്നെ എന്തിനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടെന്നും ഇതൊറ്റയ്ക്ക് ചോദിച്ചാലും ഇനി രണ്ടും കൂടെ ഒരുമിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. കാരണം അവിടെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എടുത്തിട്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വെക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സാധാരണ 4 മാർക്ക് വരെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ഇനിയുള്ള എക്സാമുകൾക്ക് 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അതും ഒറ്റയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ 4 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അത് 2 മെത്തേഡിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ മെത്തേഡിൻ്റെ ഡിഫറൻസ് ആണ് തിയറി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം. ഏതൊക്കെ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. അത് തിയറി ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പിന്നെ പറഞ്ഞു ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുന്ന ഐറ്റംസ് നമ്മൾ നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലും ക്യാപിറ്റൽ അക്കൗണ്ടിലും ഏകദേശം സെയിം ഐറ്റംസാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നു, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാവുന്ന ചോദ്യമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിത്ത് ജേണൽ എൻട്രി പഠിച്ചിരിക്കണം. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനും എന്താണ് ജേണൽ എൻട്രി വരിക എന്നുള്ളത് കൂടെ പഠിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി അറിയോ? അറിയാം, പക്ഷെ അത് ചില സമയത്ത് പെട്ടെന്ന് കൺഫ്യൂഷൻ വരാറുണ്ട്. നമ്മളത് എപ്പോഴും അക്കൗണ്ട്സ്, അതായത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നിങ്ങൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്? നിങ്ങൾ എഴുതാറ് നമ്മൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അപ്പോൾ നമ്മൾ അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ജേണൽ എൻട്രി എഴുതാൻ പറ്റും. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർക്ക് കൊടുക്കുന്നതാണ്? ബിസിനസ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതാണ്. അതായത് ബിസിനസ് സ്ഥാപനം പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആരാർക്ക് കൊടുക്കുന്നതാണ്? തിരിച്ച് പാർട്ട്നേഴ്സ് ബിസിനസ്സിന് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നതാണ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടുന്നതാണ്. നമുക്കറിയാം കൊടുക്കുന്നത് എക്സ്പെൻസും കിട്ടുന്നത് ഇൻകം ആണ്. എക്സ്പെൻസിന് ഏത് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഇൻകത്തിന് ഏത് ബാലൻസാണ്? ക്രെഡിറ്റ്.
അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ഏത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസ്. കാരണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് ആണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി നീ നോക്കിയേ, ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർക്ക് കൊടുക്കുന്നു? പാർട്ട്നേഴ്സിന് കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പാർട്ട്നേഴ്സിന് കൊടുക്കുമ്പോൾ കയ്യിലേക്കല്ല കൊടുക്കുക, ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ് കൊടുക്കുക. അപ്പോൾ ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണമെന്നും ക്യാപിറ്റൽ കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണമെന്നും നമുക്കറിയാം. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ കൂടുമോ കുറയോ? കൂടും. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് ആണെന്നും അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യണമെന്നും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇപ്പോൾ കൂടുന്നുവെന്നും അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി കിട്ടി. ഡെബിറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ക്രെഡിറ്റിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ആരാർക്ക് കൊടുക്കുന്നു? പാർട്ട്നേഴ്സ് ബിസിനസ് ഫേമിന് കൊടുക്കുന്നു. പാർട്ട്നേഴ്സ് ഫേമിന് കൊടുത്തു കഴിഞ്ഞാൽ ഫേമിന് കിട്ടും. ഫേമിന് കിട്ടിയാൽ ഇൻകമാണ്. ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ജേണൽ എൻട്രിയിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എവിടെ ആയിരിക്കും? ക്രെഡിറ്റിലായിരിക്കും. അത് പാർട്ട്നേഴ്സിൻ്റെ നിന്ന് എടുക്കുന്നത് കൊണ്ടായത് തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും. കുറഞ്ഞാൽ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ ജേണൽ എൻട്രി വരിക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് ഏത് ടോപ്പിക്ക് കിട്ടിയാലും ജേണൽ എൻട്രികൾ എഴുതാൻ നമുക്ക് പറ്റണം. അതിന് ഓരോ ടേമും നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. നമ്മൾ ആ ഒരു ചോദ്യം വായിക്കുമ്പോൾ ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് ചിന്തിക്കുന്നത്. ബിസിനസ്സിന് അത് ഇൻകം ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻകത്തിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ബിസിനസ്സിന് അത് എക്സ്പെൻസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യുക. പിന്നെ എന്താണോ ആരുമായിട്ടാണോ കണക്ട് ചെയ്ത് വരുന്നത് അതുമായിട്ട് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ നമുക്കറിയാത്ത ജേണൽ എൻട്രികൾ വന്നാലും എഴുതാനായിട്ട് നമുക്ക് പറ്റണം. ഇതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയാലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയാലും 2 മാർക്കിനോ 3 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാം. സാധാരണ അത് 2 മാർക്കിനാണ് ചോദിക്കാറ്. അതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്കറിയാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ഒരു 4 കാൽക്കുലേഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെയും ഒരു 4 കാൽക്കുലേഷൻ ഉണ്ട്. അതിലേത് വേണമെങ്കിലും ചോദിക്കാം. ചോദിക്കാമെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ അത് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. അതിലേതെങ്കിലും ഒരു മെത്തേഡ് എന്തായാലും ചോദിക്കും. അതും ഒന്നുകിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതിലേതെങ്കിലും ഒരു മെത്തേഡാണ് ചോദിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഗ്യാരണ്ടി പ്രോഫിറ്റ്. അത് ജസ്റ്റ് ഒന്ന് എന്തായാലും നോക്കി വെച്ച് പോയിരിക്കണം. കാരണം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഗ്യാരണ്ടി പ്രോഫിറ്റ് നമ്മൾ കാണാറുണ്ട്. 2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. അവിടെയും ഇതേപോലെ ജേണൽ എൻട്രി ഉണ്ട്. ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, അവിടെ ഒരു വർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ഗ്യാരണ്ടി. എന്ന് പറയുമ്പോൾ 25,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട്ണർ അപ്പോയിൻറ്റ് ചെയ്താൽ നമ്മൾ ചിന്തിക്കുന്നത് 25,000 മാത്രമാണ്. ഒരു വർഷം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർക്ക് കൊടുക്കുന്ന ഷെയർ 25,000 രൂപ ഗ്യാരണ്ടി പ്രോഫിറ്റ് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഒരു പാർട്ട്ണർക്ക് ആ വർഷം 30,000 രൂപ ഷെയർ ഉണ്ട്. അതായത് പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടി. ശരിക്കും അയാൾക്ക് എത്ര രൂപയാണ് കൊടുക്കേണ്ടി വരിക? 25,000 കൊടുക്കേണ്ടത്. 30,000 കൊടുത്തു എന്നല്ല, 30,000 അവർക്ക് അയാൾക്ക് ഈ വർഷം കൊടുക്കേണ്ട ഷെയർ. ഏത് രൂപയാണ്, എത്ര രൂപയാണ്? 1 വേർഡ് ആയിരുന്നു ചോദ്യം. 5,000 അല്ല, 25,000 അല്ല 30,000 അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്നത് മിനിമം പ്രോഫിറ്റാണ്. 25,000 കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാർട്ട്ണർക്ക് മിനിമം 25,000 കിട്ടണം എന്നാണ്. 25,000 കൂടുതലാണെങ്കിൽ അയാൾക്ക് ആ മുഴുവൻ എമൗണ്ട് കൊടുക്കണം. 25,000 കൂടുതൽ 30,000 രൂപയാണെങ്കിൽ 30,000 രൂപയും കൊടുക്കണം. ഇനി 25,000 കുറവാണെങ്കിൽ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ 25,000 മുകളിലുള്ള ഏത് എമൗണ്ടും അയാൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ പലർക്കും തെറ്റുന്ന ഒരു ഭാഗം, 1 മാർക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. ഇതാണ് സംഭവം. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ടോപ്പിക്കുകളും ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളും അതിൻ്റെ മാർക്ക് വെയിറ്റേജും ഇതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 4 മാർക്ക് വരെ ചോദിക്കാം. അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് 4 മാർക്കിന് അതിൻ്റെ തിയറി വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലം ബേസും ചോദിക്കാം. പിന്നെ 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പിന്നെ നോക്കേണ്ടത് ഗ്യാരണ്ടി പ്രോഫിറ്റാണ്. അതേപോലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ടോപ്പിക് കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കണം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ കൊല്ലം ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്കാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ റിട്ടൺ എഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റിട്ടൺ എഗ്രിമെൻറ്റ്, പിന്നെ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണോ? ആണോ? ആണ്. അപ്പോൾ
നമ്മൾ ചിന്തിക്കേണ്ടത് ഈ എഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ എന്നാണ്. റിട്ടൺ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ രജിസ്റ്റേർഡ് ഉള്ളൂ അല്ലേ? അപ്പം നമ്മൾ ഈ വീടിൻ്റെ ആധാരം എഴുതി തയ്യാറാക്കുന്നത് കൊണ്ടാണ് അത് രജിസ്ട്രേഷൻ വരുന്നത്. ഇവിടെ പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ഏത് ബിസിനസ് സ്ഥാപനവും അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ എഴുതി തയ്യാറാക്കുന്നത് കൊണ്ടാണ് അതിൽ രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ ഓറൽ എഗ്രിമെൻറ്റ് വാലിഡ് അല്ലേ? നമ്മൾ പറഞ്ഞത് എഗ്രിമെൻറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ എന്നാണ്. ഓറൽ വാലിഡാണ്. അതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല. കാരണം ഓറൽ എഗ്രിമെൻ്റ് ഉള്ളതും വാലിഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തില്ല, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. വൺ വേർഡിന് വേണമെങ്കിൽ അങ്ങനെ ഒരു ചോദ്യമൊക്കെ ചോദിക്കാം. +1 ബിസിനസ് സ്റ്റഡീസിൽ ഇതേപോലെ ഒരു വർഷം ചോദിച്ച ചോദ്യമാണ് ഈ പാർട്ട്ണർഷിപ്പ് ഏത് ഫേമിനാണ് രജിസ്ട്രേഷൻ നിർബന്ധമില്ലാത്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഡീഡ് എന്താണെന്നും ഡീഡിൻ്റെ കണ്ടൻസ് എന്താണെന്നും ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അത് അവിടെ ഞാനതാ പറഞ്ഞത്, +1 നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ച ഒരു ടോപ്പിക്കാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്. അപ്പോൾ ഡീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടൺ എഗ്രിമെൻ്റ് ആണെന്ന് നമ്മൾ എഴുതിയാൽ മതി. ഒപ്പം കണ്ടൻസ് ചോദിക്കുമ്പോൾ ആ ഫേമിൻ്റെ പേര്, പാർട്ട്ണറുടെ പേര്, അങ്ങനെയുള്ളൊരു കുറച്ച് കണ്ടൻസ് ഉണ്ട്. അതും തിയറി ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് ഡീഡ് തിരുത്തുന്ന സാഹചര്യങ്ങളാണ്. ഈ ഡീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഡീഡ് തിരുത്തുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ ഡീഡ് തിരുത്തേണ്ടി വരും? എഴുതി തയ്യാറാക്കുന്ന രേഖയാണല്ലോ ഡീഡ്. അത് തിരുത്തുന്ന സാഹചര്യങ്ങൾ ഏതാ? പാർട്ട്ണർഷിപ്പിൽ അഡ്മിഷനും റിട്ടയർമെൻറ്റും ഡെത്തും ചേഞ്ച് ഇൻ പ്രോഫിറ്റ്. ഈ 4 സിറ്റുവേഷനിലും എന്ത് ചെയ്യേണ്ടി വരും? ഡീഡ് തിരുത്തേണ്ടതായിട്ട് വരും. ഇത് തിരുത്തുമ്പോൾ ഉണ്ടാവുന്ന അക്കൗണ്ട്സിൽ വരുന്ന ചേഞ്ചുകളാണ് നമ്മൾ ഈ 3 ചാപ്റ്ററായിട്ട് പഠിക്കുന്നത്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ചാപ്റ്റർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ചാപ്റ്റർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ചാപ്റ്റർ. അതിലെന്തൊക്കെ അക്കൗണ്ട്സുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തുടക്കം തൊട്ടേ നമ്മൾ ഒരു പാറ്റേൺ ഇത് കഴിഞ്ഞ് ഇത് എന്നുള്ള രീതിയിലേക്ക് ഓർത്ത് വെച്ചിരുന്നാൽ നമ്മൾ ഒരു ടോപ്പിക്ക് പോലും മിസ്സാവാതെ നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ എഴുതാൻ പറ്റും. അപ്പം അവിടെ വരുന്നത് ഈ ഡീഡ് തിരുത്തിയാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ, ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും അൾട്ടിമേറ്റ് ഡോക്യുമെൻറ്റ്, അവസാനം വരുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്ന ഡോക്യുമെൻറ്റ് ബാലൻസ് ഷീറ്റാണ്. ഒരു ബിസിനസ് സ്ഥാപനം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പ്രിപ്പയർ ചെയ്തിരിക്കണം? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഈ ബാലൻസ് ഷീറ്റിലേക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ഈ ക്യാപിറ്റലിൽ ഈ 3 സ്ഥലത്തും ചേഞ്ച് വരുന്നുണ്ട് ഇല്ലേ? അഡ്മിഷൻ്റെ സമയത്ത് ചേഞ്ച് വരുന്നുണ്ട്, റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ചേഞ്ച് വരുന്നുണ്ട്, ഡെത്തിൻ്റെ സമയത്ത് ചേഞ്ച് വരും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ 3 സിറ്റുവേഷനാണ്: അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത്. ഈ 3 സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ സ്ഥാപനത്തിലെ അസറ്റും ആ സ്ഥാപനത്തിലെ ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ സാർ, എനിക്ക് മെയിനായിട്ട് ഈ എക്സാമിൽ ഇപ്പോൾ ഈ മോഡലിനായാലും ചെറിയൊരു കൺഫ്യൂഷൻ വന്നത് ലാസ്റ്റ് റീവാലുവേഷൻ ആ ടോപ്പിക്കിലാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി ആയി പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ ഈ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ചാപ്റ്ററിലാണ് ഒരു എസ്സേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എസ്സേ മീൻസ് ആദ്യം 8 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഞാൻ അവസാനത്തു നിന്ന് ആദ്യത്തേക്കാണ് ഇപ്പോൾ പറഞ്ഞത്. ഏത്? ബാലൻസ് ഷീറ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട്, അതേപോലെ റീവാലുവേഷൻ അക്കൗണ്ട് പറഞ്ഞു. ഈ 3 അക്കൗണ്ടുകളും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിരുന്നു. ആദ്യം 8 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയില്ല. ഇപ്പം നമ്മളതിൻ്റെ പാറ്റേൺ മാറി. 6 മാർക്കിൻ്റെ പാറ്റേൺ ആയപ്പോൾ നമ്മളോട് 2 അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യാൻ പറയാറ്. ഏതൊക്കെ? റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും മാത്രമേ പറയൂ. ശരിക്കും അത് നിങ്ങൾക്കൊരു എളുപ്പമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ആവാറുള്ള ഒരു ഭാഗമാണ് ഈ 8 മാർക്കിൻ്റെ ചോദ്യം. ഏത്? ബാലൻസ് ഷീറ്റ് എഴുതി വരുന്നത് വരെ. ആ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ പലപ്പോഴും നിങ്ങൾ ടാലി ആവാറില്ല, പലപ്പോഴും. അപ്പോൾ ഈ ടാലി ആവാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് പിന്നീടുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ ആദ്യം എങ്ങാനും ഈ ഫുൾ പ്രോബ്ലം എഴുതി കഴിഞ്ഞാൽ പിന്നീട് കുട്ടികൾ സ്ട്രഗിൾ ആവും. പിന്നീടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആ കുട്ടിയുടെ തെറ്റാനുള്ള ചാൻസ് കൂടും. ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും എഴുതിയാൽ മതി. അപ്പോൾ അത് ശരിക്കും അനുകൂലമാണ് നിങ്ങൾക്ക്. 6 മാർക്കിൻ്റെ ചോദ്യമാക്കിയത് കുറച്ചുകൂടെ ഫേവറാണ്. അപ്പോൾ ഈ 6 മാർക്കിൻ്റെ ചോദ്യമാക്കുമ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട്, ഞാനിപ്പോൾ പറഞ്ഞത്, ഇപ്പം നീ എന്നോട് ചോദിച്ചത് എന്ന് പറയുന്നത് അഡ്മിഷൻ്റെ സമയത്തും റിട്ടയർമെൻറ്റിൻ്റെ സമയത്തും ഡെത്തിൻ്റെ സമയത്തും റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ഈ റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും
ചേഞ്ചസ് കാണിക്കാനാണ് റീവാലുവേഷൻ അല്ലേ? ആ. അപ്പോൾ ഈ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇത് അസറ്റ് എപ്പോഴും ഒരേപോലെ നിൽക്കുമോ? ഇല്ല. ലയബിലിറ്റീസ് എപ്പോഴും ഒരേപോലെ നിൽക്കും ഇല്ല. അപ്പോൾ എന്ത് വാല്യുവേഷനാണ്, എന്ത് കൂടുതലും കുറവുമാണ് അവിടെ വന്നിരിക്കുന്നത്? അസറ്റ് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. ഇത് കാണിക്കാനാണ് റീവാലുവേഷൻ അക്കൗണ്ട്. എന്നിട്ട് നിൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വീതിച്ചു കൊടുക്കുക എന്നുള്ളത്. അതായത് ഏത് പാർട്ട്ണർക്കാണ് വീതിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിക്കുക. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും, അഡ്മിഷൻ്റെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഡെത്തിൻ്റെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, റിട്ടയർമെൻറ്റിൻ്റെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഇയർ എൻഡിങ്ങിലാണ് അല്ലേ? ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ അവസാനം. ഈ വർഷത്തിൻ്റെ അവസാനം വരെ എത്ര പാർട്ട്നേഴ്സ് അവിടെ ഉണ്ടായിരുന്നോ അവർക്ക് കൊടുക്കുക. അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ 2 ടേമായിട്ടാണ് പറയാറ്. ഏത്? ഓൾഡ് പാർട്ട്നേഴ്സും ന്യൂ പാർട്ട്നേഴ്സും. ഈ അഡ്മിഷൻ്റെ സമയത്ത് ന്യൂ പാർട്ട്ണർ വരുന്ന സമയത്തല്ലേ നമ്മൾ എന്തായാലും ഈ റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്? അതുവരെ അവിടെ ന്യൂ പാർട്ട്ണർ ഉണ്ടായിരുന്നു? ആര് മാത്രമേ ഉണ്ടായുള്ളൂ? ഓൾഡ് പാർട്ട്ണർ. അപ്പോൾ ഇതാർക്ക് വിധിച്ചു കൊടുക്കുക? ഓൾഡ് പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കുക. ഇനി റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഒരാൾ പോകുകയല്ലേ, അതുവരെ എല്ലാവരും ഉണ്ടായില്ലേ, അതുകൊണ്ട് എല്ലാവരും ആർക്കും കൊടുക്കുക? ഓൾ പാർട്ട്നേഴ്സിന് കൊടുക്കുക. ഡെത്തിൻ്റെ സമയത്തും എല്ലാവരും ഉണ്ടായില്ലേ, അപ്പോൾ ആർക്ക് കൊടുക്കുക? അപ്പോൾ ഇത്രയും ചിന്തിച്ചാൽ നമുക്ക് പിന്നീട് അത് തെറ്റില്ല. റീവാലുവേഷൻ്റെ റിസൾട്ട് അത് ലാഭമായിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ അതുവരെ അവിടെ എത്ര പാർട്ട്ണർ ഉണ്ടായോ അവർക്ക് വിധിച്ചു കൊടുക്കുക. അഡ്മിഷൻ്റെ സമയത്ത് വരുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം, കാരണം ആ സമയത്ത് ആരില്ല അവിടെ? ന്യൂ പാർട്ട്ണർ ഇല്ല. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് എല്ലാ പാർട്ട്നേഴ്സിനും, ഓൾ പാർട്ട്നേഴ്സിനും, കാരണം എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഈ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എല്ലാ പാർട്ട്ണറുമാണ്, എല്ലാ പാർട്ട്നേഴ്സിനും. അതേപോലെ ഡെത്തിൻ്റെ സമയത്ത് എല്ലാ പാർട്ട്നേഴ്സിനും. ഇത്രയും ചിന്തിച്ചാൽ പിന്നീട് അത് തെറ്റില്ല, പിന്നീട് തെറ്റേണ്ട കാര്യമില്ല. അതുവരെ ഉണ്ടായിരുന്ന പാർട്ട്ണർക്ക് അതുവരെ ഉണ്ടായിരുന്ന റേഷ്യോ, ഓൾഡ് പാർട്ട്ണർക്ക് ഓൾഡ് റേഷ്യോ, ഓൾ പാർട്ട്ണർക്ക് ഓൾഡ് റേഷ്യോ, ഓൾ പാർട്ട്ണർക്ക് ഓൾഡ് റേഷ്യോ. ഇത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് അതിൻ്റെ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ഭാഗം. ഓക്കെ. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ന്യൂ പാർട്ട്ണർ അല്ലെങ്കിൽ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ പഴയ പാർട്ട്ണർ പുതിയ പാർട്ട്ണർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം അല്ലേ? അപ്പം നമ്മൾ രണ്ടുപേരുമുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ഒരു പ്രോഫിറ്റ് ആർക്ക് കൂടെ കൊടുക്കുകയാണ്? നമ്മൾ പുതിയൊരാൾ. ശരിക്കും നമുക്ക് കിട്ടേണ്ടതല്ലേ അവർക്ക് കൊടുത്തത്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യല്ല ചെയ്തേ. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ എന്ത് റേഷ്യോ കാണുന്നു? സാക്രിഫൈസ് റേഷ്യോ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക്, പുതിയ വരുന്ന ആൾക്ക് നമ്മൾ സാക്രിഫൈസ് ചെയ്തതുകൊണ്ട് അയാൾ ഇങ്ങോട്ടൊരു കൺസിഡറേഷൻ തരിക. എന്താണ് ആ കൺസിഡറേഷൻ? ആ സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ലിൻ്റെ ഒരു പോർഷൻ. ആ സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ലിൻ്റെ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഗുഡ് വില്ല് കണ്ടെത്തേണ്ടി വരും അല്ലേ? ഈ ഗുഡ് വില്ല് കണ്ടെത്തുമ്പോൾ, ഗുഡ് വില്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഗുഡ് വില്ല്? ഒരു സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ ഇമേജോ. ഇത് ഇൻടാഞ്ചിബിൾ അല്ലേ, കാണാനും തൊടാനും പറ്റാത്തല്ലേ. കാണാനും തൊടാനും പറ്റാത്ത ഒരു സാധനത്തിന് നമുക്ക് വാല്യൂ ഇടാൻ പറ്റും? വാല്യൂ പറയില്ല. അതുകൊണ്ട് ഇതിന് ആക്യുറേറ്റ് റിസൾട്ട് കിട്ടില്ല നമുക്ക്. അതുകൊണ്ടാണ് ഇതൊരു 4 മെത്തേഡിലും നമ്മൾ എന്ത് കണ്ടെത്തേണ്ടി വരുന്നത്? ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷൻ കണ്ടെത്തേണ്ടി വരുന്നത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ്. ഇതറിയാലോ. ഈ 4 മെത്തേഡിൽ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പർപ്പസിനാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാം. എന്ത്? അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അഡ്മിഷൻ നടക്കുമ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണർ, ന്യൂ പാർട്ട്ണർ എന്ത് കൊണ്ടുവരുന്നു? ഗുഡ് വില്ല് കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നത്? ഇവിടെ നിന്ന് അങ്ങോട്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ ഗുഡ് വില്ല് അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണർ ആർക്ക് കൊടുക്കണം? സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്ണർ. അതാരാ? ഓൾഡ് പാർട്ട്നേഴ്സാണ്. അപ്പോൾ ന്യൂ പാർട്ട്ണർ ഓൾഡ് പാർട്ട്ണർ കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ഇവിടെ നിന്ന് അങ്ങോട്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് അത് ഏത് റേഷ്യോ കൊടുക്കണം? സാക്രിഫൈസിങ് റേഷ്യോ. ഇവിടെ നിന്ന് അങ്ങോട്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അയാൾ കൊണ്ടുവന്നത്. ഒരു മാർക്ക് അതാണ്. കാരണം സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗുഡ് വില്ല് വിധിക്കുന്നത് ഏത് റേഷ്യോയിലാണ്? അഡ്മിഷൻ്റെ സമയത്താണെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ, അഡ്മിഷൻ്റെ സമയത്താണെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ. അപ്പം ഇതാണ് ആ ഒരു കാരണം. ഇനി വരുന്നത് ഈ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ആ ഗുഡ് വിൽ എന്താണെന്നുള്ളതും ഗുഡ് വില്ലിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വാല്യുവേഷൻ ഓഫ് എ ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു ടേം. ഈ ടേം ഒരു 4 മാർക്കിന് തിയറി ചോദിക്കാം. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കുക. എന്നിട്ട് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസ്ഡ് മെത്തേഡ്. ഈ മെത്തേഡുകളിൽ സൂപ്പർ പ്രോഫിറ്റും ആവറേജ് പ്രോഫിറ്റുമാണ് കൂടുതൽ ചോദിക്കാറ്. കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ 2 മെത്തേഡുകൾക്കാണ്.
ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിളായി, കാരണം അത്യാവശ്യം ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. പിന്നെ ഈ 3 ടോപ്പിക്ക് എഴുതുമ്പോഴും ഇക്വേഷൻ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. എപ്പോഴും ഈ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആയാലും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആയാലും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആയാലും ക്യാപിറ്റലൈസ്ഡ് മെത്തേഡ് ആയാലും എന്ത് മെത്തേഡ് ആയാലും ഇക്വേഷൻ എഴുതിയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ഇൻ കേസ് എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിയാലും ഇക്വേഷൻ ഒരു മാർക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് അങ്ങനെ എഴുതി വെച്ച് പോവുക. അപ്പോൾ അതിന് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഗുഡ് വില്ല് നമ്മൾ വീതിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ അഡ്മിഷൻ്റെ സമയത്ത് ആരാർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്? ന്യൂ പാർട്ട്ണർ, ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിൻ്റെ റേഷ്യോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ കണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് ഗുഡ് വില്ല് കാണുന്നത്. അപ്പോൾ കണക്ട് ചെയ്തില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഗുഡ് വില്ല് കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഗുഡ് വില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാക്രിഫൈസിൻ്റെ റേഷ്യോ കണ്ടതും ആ സാക്രിഫൈസിൻ്റെ റേഷ്യോ കാണുന്നത് ഒരു 2 മാർക്കിന് ചോദിക്കാം. ഓക്കെ. അത് ഈ കണക്ഷൻ വെച്ച് പഠിച്ചാൽ ഇപ്പം നമ്മൾ ഒരു ന്യൂ പാർട്ട്ണർ ഓൾഡ് പാർട്ട്ണർക്ക് ഗുഡ് വില്ല് കൊടുക്കുന്നു. ആ ഗുഡ് വില്ല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗുഡ് വില്ല് വാല്യൂ ചെയ്യണം. വാല്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 മെത്തേഡ് 4 മെത്തേഡുകൾ ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷന് വേണ്ടി പഠിക്കുന്നു. എന്നിട്ട് അത് വീതിക്കുമ്പോഴാണ് എന്ത് കാണിക്കുന്നത്? സാക്രിഫൈസിൻ്റെ റേഷ്യോ നമ്മൾ കണ്ടെത്തേണ്ടി വരുന്നത്. ആ സാക്രിഫൈസിൻ്റെ റേഷ്യോ കണ്ടെത്തുന്ന 3-4 മെത്തേഡുകളുണ്ട്. അത് 2 മാർക്കിന് ചോദിച്ചേക്കാം, റേഷ്യോ മാത്രമായിട്ട്. ഓക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗുഡ് വില്ല് വീതിച്ച് കൊടുക്കുന്ന ജേണൽ എൻട്രി എഴുതേണ്ടി വരുന്നത്. അവിടെയും നമുക്ക് ഒരു 3 മെത്തേഡുകളുണ്ട്. അതായത് ബിസിനസ് സ്ഥാപനം പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് പ്രൈവറ്റായിട്ട് ഗുഡ് വില്ല് വിധിക്കുന്നത്, അതേപോലെ തന്നെ ഇയാൾ ക്യാഷായിട്ട് ഗുഡ് വില്ല് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ന്യൂ പാർട്ട്ണർ ക്യാഷ് കൊണ്ടുവരാതെ ക്യാപിറ്റലിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ 3 മെത്തേഡുകൾ. ആ 3 മെത്തേഡുകളിലെ ജേണൽ എൻട്രി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഈ പറഞ്ഞ പോലെ 3 മാർക്കിന് അത് ചോദിക്കാം. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുൾ പ്രോബ്ലത്തിലേക്ക് വരുന്നത്. ഏത്? റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. ഓക്കെ. ഈ റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫേവറാണ് ഈ റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. ഓക്കെ. ഈ റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഫേവറാണെന്ന് പറയാൻ കാരണം ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിൽ വരില്ല. പണ്ട് അങ്ങനെയല്ല. ആദ്യം 8 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുമായിരുന്നു. അത്യാവശ്യം ഒരുപാട് എഴുതേണ്ടതുണ്ട്. 3 അക്കൗണ്ടുകൾ എഴുതേണ്ടതുണ്ട് ഇല്ലേ? ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എഴുതേണ്ടി വരും, ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതേണ്ടി വരും, ബാലൻസ് ഷീറ്റ് എഴുതേണ്ടി വരും. ഈ 3 അക്കൗണ്ടുകളിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ 4-5 അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ എഴുതേണ്ടി വരും. ഇവിടെ അത് ഉണ്ടാവാറില്ല അല്ലേ? അഡ്ജസ്റ്റ്മെൻറ്റുകൾ കുറയാണ് പതിവ്. ഈ 2 എക്സാം വന്നപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി 6 മാർക്കിൻ്റെ എക്സാമിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കുറവായിരുന്നു. ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീവാലുവേഷൻ അക്കൗണ്ടിലും ക്യാപിറ്റൽ അക്കൗണ്ടിലും വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കേണ്ട 2 അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അക്യുമുലേറ്റഡ് ലോസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ആ ടേമുകൾ ശ്രദ്ധിക്കണം. ജനറൽ റിസർവ്, ഇത് രണ്ടും ഇൻബിൽട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നേരിട്ട് പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കേണ്ട അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഈ 2 ടേമുകളും നേരിട്ട് പാർട്ട്നേഴ്സിന് വിധിക്കുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരെ പഠിക്കണം. അപ്പോൾ അത്യാവശ്യം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ആ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റും അതേപോലെ വരുന്ന ഒരു ടേമാണ് ഗുഡ് വിൽ ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ചോദ്യത്തിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഗുഡ് വിൽ തന്നാൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം? അത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഡെബിറ്റ് സൈഡിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. ഇതാണ് ട്രീറ്റ്മെൻറ്റ്. അത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ് ഒരുപാട് ലാഗാവും. അതുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ നന്നായി നോക്കി വെച്ച് പോവുക. ഓക്കെ. ഇതാണ് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ടാണ് അതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. കാരണം പാർട്ട്നേഴ്സ് ആണല്ലോ അവിടുത്തെ മെയിൻ ഓണേഴ്സ്. അപ്പോൾ അവരുടെ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ഇമ്പോർട്ടൻറ്റ്. ഈ 3 സിറ്റുവേഷനിലും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് 3 എന്നല്ല, ഈ ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണുമ്പോഴും നമ്മൾ എന്ത് കാണേണ്ടി വരുന്നുണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവിടെയൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ് എഴുതാറ്. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഒന്നുകിൽ ക്യാഷ് ഓർ ബാങ്ക് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഡെത്തിൻ്റെ സമയത്ത് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ എഴുതാറ് അല്ലേ? അപ്പം ഇത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ ഒറ്റ സ്ട്രെച്ചിൽ ഈ 3ഉം പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം അഡ്മിഷൻ്റെ സമയത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അടുത്ത വർഷവും അവരുടെ ക്യാപിറ്റൽ അവിടെയുണ്ട്. ഏത് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോഴും
അടുത്ത വർഷം ഉണ്ടെങ്കിൽ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പം അഡ്മിഷൻ്റെ സമയത്ത് എല്ലാ പാർട്ട്ണറും ഉണ്ട് അല്ലേ? ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അടുത്ത വർഷമായാലും അതിൻ്റെ അപ്പുറത്തെ വർഷമായാലും എല്ലാ പാർട്ട്ണറും ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ത് ചെയ്യുക? ബാലൻസ് ക്യാരി ഡൗൺ കൊടുക്കുക. കാരണം ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ അത് ഉള്ളത് കൊണ്ടാണ് അവർ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷേ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് അങ്ങനെയാണോ? ഒരാൾ റിട്ടയർ ചെയ്യണം, അപ്പം അയാൾക്ക് പൈസ കൊടുക്കണം. കയ്യിൽ കാശുണ്ടെങ്കിൽ കാശായിട്ട് കൊടുക്കാം, അങ്ങനെയല്ലേ? കയ്യിൽ കാശുണ്ടെങ്കിൽ ആ ബാലൻസ് നമുക്ക് എന്തെന്ന് തന്നെ എഴുതാം, ക്യാഷ് ഓർ ബാങ്കിൽ നിന്ന് എഴുതാം. കയ്യിൽ കാശില്ലെങ്കിൽ ചിലപ്പോൾ അയാളോട് പറയേണ്ടി വരും, ഇപ്പം നമ്മുടെ കയ്യിൽ കാശില്ല, ചിലപ്പോൾ ഞങ്ങൾ ലോണായിട്ട് അടയ്ക്കാം. അവിടെയാണ് എന്ത് അക്കൗണ്ട് വരുന്നത്? പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട് വരുന്നത്. ആ ലോൺ അക്കൗണ്ട് നിർബന്ധമാണ്. ആ ലോൺ അക്കൗണ്ടിൻ്റെ കാൽക്കുലേഷനും ലോൺ അക്കൗണ്ടും ജേണൽ എൻട്രിയും നിർബന്ധമാണ്. അത് നമുക്ക് ഇതേപോലെ 4 മാർക്കിനും 6 മാർക്കിനും ചോദിക്കാവുന്ന ഒരു ടേമാണ് ലോൺ അക്കൗണ്ട് മാത്രം. ആ ലോൺ അക്കൗണ്ട് വരുന്നത് ഇവിടെയാണ്. എന്ത് കാരണത്താൽ? ആ സമയത്ത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ അവർക്ക് കൊടുക്കാനുള്ള പൈസ ചിലപ്പോൾ കയ്യിലുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കാൻ ഉള്ള ഒരു കണ്ടിന്യൂവേഷൻ ചിലപ്പോൾ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു ഗ്രോത്തിന് ചിലപ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവരെന്ത് പറയും, അടുത്ത വർഷം അല്ലെങ്കിൽ 2-3 തവണകളായിട്ട് അടയ്ക്കാം. അവിടെയാണ് ലോൺ അക്കൗണ്ട് വരുന്നത്. ഇനി ഡിസീസ്ഡ് പാർട്ട്ണർ ആണെങ്കിൽ ഇതേപോലെ പറയാനൊന്നും പറ്റില്ല, ആൾ മരിച്ചില്ലേ. അപ്പോൾ അതുകൊണ്ട് ആളുടെ ഒരു നോമിനിക്ക് എക്സിക്യൂട്ടർക്ക്, അയാളെ നോമിനിയാണ് നമ്മളിവിടെ എക്സിക്യൂട്ടർ എന്ന് പറയും, എക്സിക്യൂട്ടർ കൊടുക്കേണ്ടി വരും. ഇതാണ് ഡെത്തിൻ്റെ സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്തിലേക്ക് മാറ്റുന്നത്? എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഈ 3 സിറ്റുവേഷനിലും നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് എന്തെന്ന് എഴുതും? ബാലൻസ് ക്യാരിഡ് ഓൺ. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ ലോൺ. ഡെത്തിൻ്റെ സമയത്ത് എക്സിക്യൂട്ടർ. ഇത്രയേ ഉള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ 3ലും വേറെ നമ്മൾ പഠിക്കണ്ട. എല്ലായിടത്തും സംഭവിക്കുന്നത് ഒരേ ഐറ്റംസ് തന്നെ, ഒരേ പോലെ എന്ന് പറയാൻ പറ്റില്ല, ഒരേ ഐറ്റംസ് തന്നെ. ചില ട്രീറ്റ്മെൻറ്റുകളിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരും. ഏത്? ഈ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റിലേ മെയിൻലി ചേഞ്ച് വരുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ സെയിമാണ്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതൊക്കെയാണ്. അതാണ് റിട്ടയർമെൻറ്റിൽ വരുന്ന ഭാഗം. ഡെത്തിൽ വരുന്നുണ്ടെങ്കിൽ ആകെ കൂടുതലും ക്യാപിറ്റൽ അക്കൗണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ ചോദിക്കുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം ചോദിക്കുക. അപ്പോൾ ആ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം 3 മാർക്കിന് ചിലപ്പോൾ ഡെത്തിൽ നിന്ന് ചോദിച്ചേക്കും. കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അഡ്മിഷനും റിട്ടയർമെൻറ്റിലുമാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക്, അക്കൗണ്ടൻസിയുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുന്ന ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർ. ഇത് ഡിസൊല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. ആ സ്ഥാപനം അവിടെ അവസാനിപ്പിക്കുകയാണ്. ആ സ്ഥാപനം അവിടെ അവസാനിപ്പിക്കുമ്പോൾ എല്ലാ അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യണം. മെയിൻലി ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ എല്ലാ അസറ്റുകളും എല്ലാ ലയബിലിറ്റീസുകളും അവിടെ തീർക്കണം. ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ക്യാരി ഡൗൺ ഇല്ല അവിടെ. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്യാനും അവിടെയുള്ള എല്ലാ അസറ്റുകളും, കയ്യിലുള്ള എല്ലാ അസറ്റ് വിൽക്കാനും നമ്മുടെ ലയബിലിറ്റികളൊക്കെ പേ ഓഫ് ചെയ്യാനും വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഏത്? റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അവിടെയാണ് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ പ്രാധാന്യം. അപ്പം റിയലൈസേഷൻ അക്കൗണ്ട് എന്താണ്? അത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ റിയലൈസേഷൻ അക്കൗണ്ടിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത്? അതിൻ്റെ ജേണൽ എൻട്രി. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ജേണൽ എൻട്രികളാണ്. ആ റിയലൈസേഷൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജേണൽ എൻട്രികളാണ്. അത് 4 മാർക്കിന് വരെ 4 എൻട്രികളായിട്ട് പല തവണ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് മാത്രം. അപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ജേണൽ എൻട്രികളിൽ ഒന്നാണ് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ജേണൽ എൻട്രികൾ. എന്നിട്ട് ഇതേപോലെ റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം, അതേപോലെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും. കാരണം റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്നും ചിലപ്പോൾ ലാഭം നഷ്ടം ഉണ്ടാവും. ലാഭം നഷ്ടം നമുക്ക് ആർക്കും അർഹതപ്പെട്ട നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാർട്ട്നേഴ്സിന്. അതുകൊണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം. എന്നിട്ട് സ്ഥാപനം അടച്ചു പൂട്ടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ബാലൻസുകളും ബാങ്ക് അക്കൗണ്ടോ ക്യാഷ് അക്കൗണ്ടോ ആയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ 3 അക്കൗണ്ടുകൾ വേണം. പക്ഷേ നിങ്ങൾ രക്ഷപ്പെട്ടു, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്തത് കൊണ്ട് 6 മാർക്കിൻ്റെ അവസാനത്തെ ബാങ്ക് അക്കൗണ്ട് ചിലപ്പോൾ ചോദിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും നിങ്ങൾ മര്യാദക്ക് നോക്കിയാൽ മതി. എന്ന് കരുതി ബാങ്ക് അക്കൗണ്ട് നോക്കണ്ടെന്നല്ല, ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. ഇതാണ് ശരിക്കും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്നുള്ള രീതിയിലേക്ക് അതിൽ നിന്ന് പഠിക്കേണ്ട സാധനങ്ങൾ, അതിൽ നിന്ന് പഠിക്കേണ്ട ടോപ്പിക്കുകൾ വരുന്നുള്ളൂ. റിയലൈസേഷൻ അക്കൗണ്ടും ഫുൾ പ്രോബ്ലം. ആ റിയലൈസേഷൻ അക്കൗണ്ട് പഠിക്കുമ്പോൾ എന്തും കൂടെ പഠിക്കുക, ജേണൽ എൻട്രി കൂടെ പഠിക്കുക. ഓക്കെ, സാർ ഇപ്പോൾ പറഞ്ഞത് അക്കൗണ്ടൻസിയുടെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് അല്ലേ. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഏതൊക്കെയാണ്, ഏത് ഭാഗത്തു നിന്നാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ 40 മാർക്ക് അക്കൗണ്ടൻസിക്കും 20 മാർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനാണ് പറഞ്ഞു.
ഈ 20 മാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. പലരും ശ്രമിക്കാത്തതും ശ്രദ്ധിക്കാത്തതും ഈ 20 മാർക്കാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യം ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം അക്കൗണ്ടൻസി എഴുതി അവസാനെത്തുമ്പോൾ ചിലപ്പോൾ സമയം കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ടാലി ആവാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്ട്രഗിള്, ഇതൊക്കെ പലപ്പോഴും കുട്ടികളെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവാറുള്ള ബുദ്ധിമുട്ടിൽ പലർക്കും കണ്ടുവന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റത്തെ 15 മിനിറ്റ് മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗം എഴുതാൻ. അതിനും കൂടുതലൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ഏരിയകൾ അത് ഞാൻ ഈ ഒരു സെക്ഷനിൽ പറയാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, ഇത് നന്നായിട്ട് അറിയാം. അത് സിമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന കാര്യമാണ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. വൺ വേർഡ് ചോദിക്കുന്നത് ഒരു വൺ വേർഡ് എപ്പോഴും അതിൽ നിന്നാണ്. എക്സാമ്പിൾ വെച്ച് പഠിക്കുക. കോഡിഫിക്കേഷൻ, നിമോണിക് കോഡ്, ബ്ലോക്ക് കോഡ് പോലെയുള്ള കോഡുകളുണ്ടല്ലോ, ആ കോഡിഫിക്കേഷൻ്റെ എക്സാമ്പിൾ വെച്ച് പഠിക്കുക. പിന്നെ വരുന്നത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും ചോദിക്കും, സെക്യൂരിറ്റി ഫീച്ചേഴ്സും ചോദിക്കും. അത് രണ്ടും തെറ്റാറുണ്ട് പലരും. നേരെ ഫീച്ചേഴ്സ് കാണുമ്പോൾ നേരെ പോയിട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എഴുതും. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എഴുതണ്ടേ. സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഒരു 3 എണ്ണം: പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വോൾട്ട് എന്നുള്ള സാധനം. അത് ആ പറയേണ്ടത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് പറയുമ്പോൾ മാത്രമാണ് അത് എഴുതേണ്ടത്. അത് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് സെൽ റെഫറൻസുകൾ. അത് അത്യാവശ്യം ഈ എക്സൽ ഫയലുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലിബർ ഓഫീസ് കാൽക്കാണ്. ഈ കാൽക്കിൽ അത്യാവശ്യം വിൻഡോസിൽ നമ്മൾ പഠിക്കുന്ന എക്സൽ തന്നെയാണ്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന, നിങ്ങൾക്കൊക്കെ അത്യാവശ്യം അറിയാവുന്ന ചില ഭാഗങ്ങളാണ് ഈ എക്സൽ ഭാഗങ്ങൾ. അതിൽ വരുന്ന പല കാര്യങ്ങളും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ആദ്യത്തെ സെല്ലിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ 5ാമത്തെ റോയിൽ 2ാമത്തെ കോളത്തിൽ വരുന്ന സെല്ലിൻ്റെ പേരെന്താണ്. അതാണ് സെൽ റെഫറൻസുകൾ എന്നൊക്കെ ചോദിക്കുന്നത്. എങ്ങനെ ഒരു പേജ് ആഡ് ചെയ്യാം, എങ്ങനെ ഒരു പേജ് ഡിലീറ്റ് ചെയ്യാം, എങ്ങനെ ഒരു പേജിൻ്റെ റീനെയിം കൊടുക്കാം എന്നൊക്കെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഈ എക്സൽ ഫയലിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ലിബർ ഓഫീസ് കാൽക്കിൽ വരുന്ന ഫങ്ഷൻസ് യൂസ്ഡ് ഇൻ ലിബർ ഓഫീസ് കാൽക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്ന ചില ടേമുകൾ. അവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, അതേപോലെ ലോജിക്കൽ ഫംഗ്ഷൻ, അങ്ങനെ വരുന്ന കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. അതെന്തായാലും 3 മാർക്കിന്. അതിലേറ്റവും വലിയ ഈ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഏറ്റവും വലിയ മാർക്ക് 3 മാർക്കാണ്. പണ്ട് അത് 5 ആയിരുന്നു. അത് ഇപ്പോൾ റെഡ്യൂസ് ചെയ്തിട്ടാണ് 3 ആക്കിയത്. അതിലൊരെണ്ണം ഈ ഫങ്ഷൻസ് യൂസ്ഡ് ഇൻ ലിബർ ഓഫീസ് കാൽക്കായിരിക്കും. അത് നന്നായിട്ടൊന്ന് പഠിച്ചു പോകാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേം വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അസറ്റ് അക്കൗണ്ടിങ് ആണ്. ദാറ്റ് മീൻസ് ഡിപ്രീസിയേഷൻ. അത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലും ഡിമിനിഷിംഗ് മെത്തേഡിലും എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്, അതിലുപയോഗിക്കുന്ന സിൻടാക്സ് എന്താണ്, അല്ല ഫംഗ്ഷൻ ഏതാണ്, അതിലുപയോഗിക്കുന്ന സിൻടാക്സ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ച് പോവുക. പിന്നെ വരുന്നതാണ് ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ. അതിനുപയോഗിക്കുന്ന ഫംഗ്ഷൻ PMT ഫംഗ്ഷനാണ് ലോൺ റീപേയ്മെൻറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. അത് 1 മാർക്കിന് പല സമയങ്ങളിലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള സാധനമാണ്. ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂളിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്, PMT ഫംഗ്ഷൻ. അത്ര എഴുതിയാൽ മതി. നമുക്ക് ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ 20 മാർക്കാണ്. ഈ 20 മാർക്ക് നമുക്ക് കിട്ടും. പലപ്പോഴും നമ്മൾ വായിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അതേപോലെ പിന്നെ വരുന്നതാണ് പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്. പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെറ്റ് സാലറി കണ്ടെത്താനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഈ നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ സാലറിയുടെ ഒപ്പം കൂട്ടുന്ന ഐറ്റംസ് ഏതാണ്, സാലറിയിൽ നിന്ന് കുറയ്ക്കുന്ന ഐറ്റംസ് ഏതാണ്. ഈ നെറ്റ് സാലറി എന്ന് പറയുമ്പോൾ സാലറിയുടെ ഒപ്പം കൂട്ടുന്ന ഐറ്റംസും കുറയ്ക്കുന്ന ഐറ്റംസൊക്കെ നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ, ഈ വർഷത്തെ ബിസിനസ് സ്റ്റഡീസിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ ടേമിൽ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ് നമുക്ക് ഇവിടെ വരുന്ന ടേമുകൾ. അത് നന്നായി അവിടെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നോക്കി പോവുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. എങ്ങനെയാണ് ചാർട്ട് ആഡ് ചെയ്യുന്നത്, ചാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതേപോലെ ടൈപ്സ് ഓഫ് ചാർട്ട്. ഇതിലെന്തായാലും ഈ പറഞ്ഞ 4 ടേമുകളിൽ ഒന്ന് എന്തായാലും ചോദിക്കും. 4 ടേമുകൾ എന്ന് പറയുന്നത് ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജുകൾ, ടൈപ്സ് ഓഫ് ചാർട്ട്, എലമെൻറ്റ്സ് ഓഫ് ചാർട്ട്, എങ്ങനെ ഒരു ചാർട്ട് എഡിറ്റ് ചെയ്യാം. ഇതിലൊന്ന് എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എലമെൻറ്റ്സ് ഓഫ് ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ലെജൻഡ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ് എന്നൊക്കെ പറയുന്ന ആ ഭാഗം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് നോക്കി പോവുക. അടുത്ത ചാപ്റ്ററാണ് ജനുകാട്ട എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ കുറച്ചധികം ഭാഗങ്ങൾ നമ്മളൊന്ന് നോക്കി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്.
എന്താണ് ജനുകാട്ട, ജനുകാട്ടയുടെ ഫീച്ചേഴ്സ് എന്താണ്, ജനുകാട്ടയുടെ അഡ്വാൻറ്റേജ് എന്താണ്, അതുപോലെ തന്നെ ജനുകാട്ടയിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന ലെഡ്ജർ അക്കൗണ്ട്സുകൾ അത് നിർബന്ധമായിട്ട് നോക്കുക. ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണത്. 4 അക്കൗണ്ടുകളാണ് ഇൻബിൽട്ടായിട്ട് വരുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റോക്ക് അറ്റ് ബിഗിനിങ്. ഇതും ഇതിൻ്റെ ഗ്രൂപ്പ് നെയിമും സബ് ഗ്രൂപ്പ് നെയിമും നന്നായി നോക്കി വെച്ച് പോവുക. കാരണം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിലൊന്നാണ് അത്. അതേപോലെ വരുന്നതാണ് ഗ്രൂപ്പ് നെയിം എന്താണ്, സബ് ഗ്രൂപ്പ് എന്താണ്, നന്നായിട്ട് നോക്കി വെച്ച് പോവുക. പിന്നെയാണ് വൗച്ചേഴ്സ് യൂസ്ഡ് ഇൻ ജനുകാട്ട വിത്ത് ഫങ്ഷൻ കീ പഠിച്ചു വെച്ച് പോവുക. ആ ഫങ്ഷൻ കീ അടക്കം നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ DBMS സോഫ്റ്റ്വെയറുകൾ, അതായത് ലിബ്രെ ഓഫീസ് ബേസ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ലിബ്രെ ഓഫീസ് ബേസ്. ഇതൊക്കെ പഠിക്കുമ്പോഴേ നിങ്ങൾ അതിൻ്റെ മറ്റ് എക്സാമ്പിൾ കൂടെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ബേസ് സോഫ്റ്റ്വെയർ, ലിബ്രെ ഓഫീസ് ബേസ് എന്ന് പറഞ്ഞില്ലേ, ആ ലിബ്രെ ഓഫീസ് ബേസിൻ്റെ തന്നെ കോമ്പീറ്റ് ചെയ്ത് വരുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോസോഫ്റ്റ് എക്സൽ, അതേപോലെ ഇവിടെ വരുമ്പോൾ ലിബ്രെ ഓഫീസ് ബേസിനെ കോമ്പീറ്റ് ചെയ്യുന്ന ഒറാക്കിൾ സോഫ്റ്റ്വെയർ, അതിൻ്റെ മറ്റ് സിമിലർ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. കാരണം ഇൻഡയറക്റ്റ് ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ ഇതേപോലത്തെ എക്സാമ്പിളുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുമഞ്ഞളിക്കരുത്. അതേപോലെ ജനുകാട്ടയുടെ സപ്പോർട്ടിങ് സോഫ്റ്റ്വെയറുകളുണ്ട്. അതായത് ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ ഡെയ്ക്കീസി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. അതേപോലത്തെ വേറൊരു സോഫ്റ്റ്വെയറാണ് പീച്ച് ട്രീ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പോൾ അതിൽ പെയ്ഡ് സോഫ്റ്റ്വെയറും ഫ്രീ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞു വെച്ചിരുന്നാൽ നമ്മൾ 1 മാർക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് കുറയും. ഓക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഏതൊക്കെ ബേസ് സോഫ്റ്റ്വെയറുകളുണ്ട്, ദാറ്റ് മീൻസ് ഏതൊക്കെ DBMS സോഫ്റ്റ്വെയറുകളുണ്ട്, എന്താണ് RDBMSൻ്റെ ഫുൾ ഫോം, അതേപോലെ ഒബ്ജക്ട്സ് ഇൻ ലിബ്രെ ഓഫീസ് ബേസ്. ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ കമ്പോണൻസ് എന്ന് പറയാം, എലമെൻറ്റ്സ് എന്ന് പറയാം. കമ്പോണൻസ് ഓഫ് ലിബ്രെ ഓഫീസ് ബേസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ടേബിൾ, ക്വറി, ഫോം, റിപ്പോർട്ട്, ഈ 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇതിനും കൂടുതലൊന്നും ഇതിൽ നിന്ന് ചോദിക്കാനില്ല. പിന്നെ അവിടെ വരുന്ന ഒരേ ഒരു ഭാഗം റിലേഷൻഷിപ്പ് കൂടെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ കമ്പാരിറ്റീവ്ലി മാർക്ക് സ്കോർ ചെയ്യാനും അത്യാവശ്യം ടഫാക്കാനും പറ്റുന്ന ഒരു ഏരിയയാണ് ഈ 20 മാർക്ക്. ഈസി ആയി കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ സ്കോർ ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആണെന്നുണ്ടെങ്കിൽ ഈ 20 മാർക്കിൽ 1 മാർക്ക് പോലും പോകാതെ നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് അക്കൗണ്ടൻസിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായ ഭാഗങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടോ? സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ സംശയമില്ല, ക്ലിയറായി. ഞാൻ ഫുൾ മാർക്കിന് വേണ്ടിയാണ് ട്രൈ ചെയ്യണത്. അപ്പോൾ അത് കിട്ടും. നന്നായിട്ട് ട്രൈ ചെയ്താൽ മതി, നമുക്കത് കിട്ടും. ഓക്കെ. അപ്പോൾ ഇത്രയും സമയം സാറിനായിട്ട് ചിലവഴിച്ചതിനും സാറെ സംശയം തീർത്തതിനും താങ്ക് യു. അപ്പോൾ ഈ വർഷം 2ാം വർഷ അക്കൗണ്ടൻസി എഴുതുന്ന, അക്കൗണ്ടൻസി എന്ന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകൾക്കും ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതാനും അതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടാനും ഞാൻ എല്ലാ കുട്ടികളെയും ആശംസിക്കുന്നു. ഞാൻ അതോടൊപ്പം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.